شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ മുദ്ദസിർ ആണ്. 7-ാമത്തെ ആയത്തിലാണ് നമ്മുടെ ചർച്ച ഉള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലിറബ്ബിക ഫസ്ബിർ സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. വലിറബ്ബിക, അങ്ങയുടെ രക്ഷിതാവിന് വേണ്ടി, ഫസ്ബിർ, അങ്ങ് ക്ഷമിക്കുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ പ്രീതിക്കായി അവൻ്റെ മാർഗത്തിൽ ക്ഷമിക്കണമെന്നാണ് ഈ ആയത്തിൻ്റെ സാരം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കുറച്ച് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്തു. ജമീലായ ക്ഷമയെക്കുറിച്ചാണ് അവസാനമായി നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ക്ഷമിക്കണം, അതാണ് ജമീലായ ക്ഷമ എന്ന് പറഞ്ഞാൽ. നമ്മുടെ മനസ്സിന് ഒരു പ്രയാസം വിഷമോ ഒന്നും തോന്നാനും പാടില്ല. വന്ന മുസീബത്തിൽ പരിപൂർണമായി തൃപ്തിപ്പെട്ട് ക്ഷമിക്കുക. അപ്പം ക്ഷമിക്കല്ലാതെ ഞാൻ എന്താ ചെയ്യുക എന്ന് കരുതിയിട്ട് ക്ഷമിക്കല്ല, അത് വേറെ, അതൊരു വിലയില്ലാത്ത ക്ഷമയാണ്. കാര്യക്ഷമ എന്നൊക്കെ പറയാതില്ലേ, അങ്ങനെയല്ല. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും എന്താ ചെയ്യുക, അവിടെ അങ്ങനെ ഇവിടെ അങ്ങനെ, ഇനിയിപ്പോൾ എന്താ ഞാൻ ക്ഷമിക്കല്ലാതെ കാട്ടുക. അങ്ങനെ ക്ഷമിക്കണ്ട, അതിന് ഇടങ്ങാറായിട്ട് ക്ഷമിക്കാന്നാ പറയുക. ആദ്യമേ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് ഞാൻ ക്ഷമിച്ചു എന്നാണ്. പിന്നെ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക. ഞാൻ ഈ അസുഖത്തിൽ ക്ഷമിക്കുന്നു, ഇനി ഞാനത് മാറാനുള്ള ചികിത്സ വേറെ നടത്തുകയും ചെയ്യുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ ക്ഷമ കൈക്കൊള്ളേണ്ടത്. അതിനാണ് സബറും ജമീലൊക്കെ അപ്പോഴേ ആവുള്ളൂ. എല്ലാം സംഭവിച്ചിട്ട് അവസാനം ക്ഷമിച്ചു എന്ന് പറയുന്നതിൽ ഒരു കഴമ്പുമില്ല. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് ചെയ്യുക. ആദ്യം അങ്ങോട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു, എന്തെങ്കിലും സംഗതി ഉണ്ടായപ്പോഴേ ആണ്ട് ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ചു, ചീത്ത പറയേണ്ട ചീത്തകളൊക്കെ പറഞ്ഞു, ചെയ്യാൻ പറ്റുന്ന എല്ലാ ദ്രോഹങ്ങളും ചെയ്തു. ആ ദേഷ്യം കൊണ്ടുണ്ടായ എല്ലാ പ്രയാസങ്ങളും ഉണ്ടായതിനു ശേഷം ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഒരു കാര്യമില്ല. ആദ്യഘട്ടത്തിൽ ക്ഷമിക്കണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഖബറിനരികിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. അപ്പോൾ ആ പെണ്ണിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എന്താ നിങ്ങൾ ഖബറിൻ്റെ അടുത്ത് നിന്ന് കരയണത്? നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടെ, കരയാതിരുന്നുകൂടെ എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞത്രേ, നിങ്ങളാരാ എന്നോടത് പറയാൻ? എനിക്ക് വന്ന മുസീബത്ത് നിങ്ങൾക്ക് വന്നിട്ടില്ലല്ലോ, എനിക്ക് വന്ന മുസീബത്തിൻ്റെ ഖനം നിങ്ങൾക്കറിയില്ലല്ലോ. തൻ്റെ മുമ്പിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് ഈ സ്ത്രീക്ക് അറിയില്ലായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് അത്ര അങ്ങനെ പറഞ്ഞത്. തങ്ങളാണെന്ന് അറിയാൻ അങ്ങനെ പറയില്ലല്ലോ. തങ്ങളാണെന്ന് പരിചയമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്ത്രീക്ക്. പിന്നീട് മനസ്സിലായി, പടച്ച റബ്ബേ, എൻ്റെ മുമ്പിൽ വന്ന് എന്നോടാ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് മനസ്സിലായപ്പോൾ ഉടനെ തന്നെ ആ സ്ത്രീ ഓടി വന്ന് ഹബീബായ നബിയുടെ മുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ അങ്ങ് മാപ്പ് തരണം, അങ്ങാണ് എൻ്റെ മുമ്പിൽ വന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചൊരു മറുപടി പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കണം. ക്ഷമ എന്നത് ആദ്യഘട്ടത്തിലാണ്, പ്രഥമഘട്ടത്തിലാണ്. നിങ്ങളങ്ങനെ ഖബറിൻ്റെ അടുത്ത് പോയിരുന്ന് അങ്ങനെ കരയുകയല്ല ചെയ്യേണ്ടത്. ആ മുസീബത്ത് വരുമ്പോൾ നിങ്ങൾ ആദ്യമേ അതിൽ ക്ഷമിക്കണം, പിന്നെ ക്ഷമിച്ചിട്ട് കാര്യമില്ല എന്നൊരു മറുപടി പറഞ്ഞ് മനസ്സിലാക്കി. എന്ന് പറഞ്ഞാൽ എല്ലാം സംഭവിച്ചു കഴിഞ്ഞ് ക്ഷമിച്ചു എന്ന് പറയുന്നത് കഴമ്പില്ല എന്ന് മനസ്സിലാക്കണം. അതാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന വേറെ ഹദീസിൽ ഇങ്ങനെ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞത്രേ, പിന്നെ ഇദ്ദേഹത്തെ ചൂണ്ടിയിട്ട്, അതായത് അതാ റളിയല്ലാഹു അൻഹു പറഞ്ഞത്രേ, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു പെണ്ണിനെ കാണണം, നമുക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കാണാനെന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അതാ ആ കാണുന്ന ആ പെണ്ണില്ലേ, ആ കറുത്ത കളറിലുള്ള ആ പെണ്ണാണെന്ന് പറഞ്ഞു. അപ്പം എന്താ സംഭവം ചോദിച്ചപ്പോൾ വിവരിച്ചു.
ഒരിക്കൽ ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്കൊരു അസുഖമുണ്ട്. ഞാൻ പലപ്പോഴും അപസ്മാരത്തിൻ്റെ ആ ഒരു അസുഖം വന്ന് നിലത്ത് വീഴുന്ന പതിവുള്ള പെണ്ണാണ്. അങ്ങനെ നിലത്ത് വീഴുമ്പോൾ എൻ്റെ വസ്ത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ട് എൻ്റെ ഔറത്ത് വെളിവാകുന്നുണ്ട്. അതുകൊണ്ട് അങ്ങ് എനിക്ക് വേണ്ടി അസുഖം സുഖപ്പെടാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ദുആ ചെയ്യാം, പക്ഷേ നീ ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് നിനക്ക് നല്ലത്, നിനക്ക് സ്വർഗം കിട്ടും. നീ ക്ഷമിക്കുകയാണെങ്കിൽ, ഈ രോഗത്തിൽ നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗം കിട്ടും. അതല്ല, ഇനി രോഗം ശിഫയാകണം നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ ദുആ ചെയ്യുകയും ചെയ്യാം എന്ന് പറഞ്ഞു. ഉടനെ ആ സ്ത്രീ എന്താ പറഞ്ഞാലോ, വളരെ സ്മാർട്ടായിട്ടുള്ള മറുപടിയാണ് കൊടുത്തത്. നബിയെ, എന്നാൽ പിന്നെ രോഗം മാറാൻ അങ്ങ് ദുആ ചെയ്യണ്ട, ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് സ്വർഗം വേണം, രോഗം അവിടെ ഉണ്ടായിക്കോട്ടെ. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്. ആ രോഗം വന്നിട്ട് ഞാൻ അബോധാവസ്ഥയിലാകുമ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ട് എൻ്റെ അവിടുത്തെ ആളുകൾ കാണൂലേ, അതൊന്നും ഇല്ലാതിരിക്കാൻ, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അങ്ങ് ദുആ ചെയ്യണം. ആ അപേക്ഷ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു. പിന്നീട് അവർക്ക് അങ്ങനെ അവിടുത്തെ വെളിവാകുന്ന രൂപത്തിൽ ആ അസുഖം ഉണ്ടായിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു പെണ്ണിൻ്റെ വിശ്വാസം, അവരുടെ ക്ഷമ എത്രമാത്രമാണത്. തൊട്ട് മുമ്പിലുള്ളത് എന്ത് ദുആ ചെയ്താലും ഉത്തരം കിട്ടുന്ന ആളാണ് മുന്നിലുള്ളത്. ആ ആളവരാണ് ദുആർക്കാൻ പറയുന്നത്. ആ ആളാണ് തിരിച്ചു പറഞ്ഞത്, ദുആ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സ്വർഗത്തിന് വേണ്ടി ക്ഷമിക്കാം, എനിക്ക് സ്വർഗം മതി എന്ന് പറഞ്ഞു. നമ്മൾ ആ സ്ഥാനത്താണെങ്കിൽ നമ്മൾ എന്താ പറയുക ആലോചിച്ച് നോക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്വർഗം, അതിനു വേണ്ടിയാണ് വലിയ റബ്ബിക ഫസ്ബിർ എന്ന് പറഞ്ഞാൽ അർത്ഥം. റബ്ബിന് വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ തൃപ്തിയും സ്വർഗവും റബ്ബിൻ്റെ പ്രീതിയും ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസ്താവിച്ചതായി വേറെയും ഹദീസുകളിൽ നിരവധി സംഭവങ്ങൾ ഇങ്ങനെ കാണാം. ക്ഷമയേക്കാൾ പ്രവിശാലമായ അല്ലെങ്കിൽ ക്ഷമയേക്കാൾ ഉത്തമമായ ഒരു ദാനവും ഒരാൾക്കും നൽകപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഒരാൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ കൊടുതി എന്താണെന്നറിയോ? ക്ഷമിക്കാനുള്ള കഴിവ് കൊടുക്കുക എന്നതാണ്. ക്ഷമിക്കാനുള്ള കഴിവ്, ഇതാണ് ഏറ്റവും വലിയ ദാനം. ഇതാണ് ഹദീസിൻ്റെ ആശയം. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ വലിയ ദേശക്കാരനായിരുന്നു ആദ്യം. ആ ദേശത്തിൻ്റെ പുറകിലാണല്ലോ വാൾ കൊടുത്തിട്ട് ഓടി വന്നത് കൊല്ലാൻ വേണ്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമായതിനു ശേഷം മഹാനവറുകൾ പറയാറുണ്ട്, ക്ഷമയേക്കാൾ വലിയൊരു അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന്. സുബ്ഹാനല്ലാഹ്. സഹാബത്തിൻ്റെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നു ക്ഷമ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുഅ്മിനുടെ ജീവിതം അല്ലെങ്കിലും അത്ഭുതമാണ്, അല്ലേ? അത്ഭുതമാണ്. എങ്ങനെ ആയാലും കൂലിയാണ്. സുബ്ഹാനല്ലാഹ്. എങ്ങനെ ആയാലും കൂലിയാണ്. ക്ഷമിച്ചാലും കൂലിയാണ്, സഹിച്ചാലും കൂലിയാണ്, സന്തോഷിച്ചാലും കൂലിയാണ്, നന്ദി പറഞ്ഞാലും കൂലിയാണ്, ഒക്കെ കൂലിയാണ്. സുഖമാണെങ്കിലും കൂലിയാണ്, ദുഃഖമാണെങ്കിലും പ്രതിഫലമാണ്. ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത നമുക്കൊക്കെ അറിയാവുന്നതാണ് ആ ഹദീസ്. അജബൻ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, മുഅ്മിനായ മനുഷ്യന്റെ എല്ലാ കാര്യവും അവന് ഖൈറാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യനല്ലാതെ വേറെ ആർക്കും ഈ ഒരു പ്രത്യേകത ഇല്ലതാണ്. മുഅ്മിനായ മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ്. എന്നിട്ട് പിന്നെ നമുക്കറിയാവുന്ന സംഗതിയാണ്, ഇൻ അസാബത്ഹു സറാ ശക്കർ, എന്തെങ്കിലും സന്തോഷം ഉണ്ടായാൽ അതിൽ സന്തോഷിക്കുകയും നന്മ കിട്ടിയാൽ സന്തോഷിക്കുകയും അതിൽ നന്ദി പറയുകയും ചെയ്യും അള്ളാഹുവിന്. ഫക്കാന ഖൈറൻ ലഹു, അതും അവന് ഖൈറാണ്. ഇനി അതല്ല, അവൻ അസാബത്ഹു ദർറാഉ, എന്തെങ്കിലും വിഷമുണ്ടായാലോ സബറ, അതിലവൻ ക്ഷമിക്കും. ഫക്കാന ഖൈറൻ ലഹു, അതും ക്ഷമയാണ്, അല്ല അതും അവന് ഖൈറാണ്. ഫക്കാന ഖൈറൻ ലഹു. വേറെ ആർക്കും ആ ഗുണമല്ല കേട്ടോ, വേറെ ആർക്കും ആ ഒരു നേട്ടമല്ല, നമുക്ക് മാത്രമേ. അപ്പോൾ നമ്മൾ ആ നേട്ടം പിന്നെ നേടിയെടുക്കുന്ന ആളുകളാവണം എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. സത്യവിശ്വാസിയുടെ കാര്യം മഹാ അത്ഭുതമാണ്. രണ്ടും ഗുണമാണ് അവന് എന്നർത്ഥം. പിന്നെ സത്യവിശ്വാസിയായ മുഅ്മിൻ ആളുകൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ട ആളാണ്. സ്വന്തം പെണ്ണുങ്ങളും കുട്ടികളും എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന ആളല്ല സത്യവിശ്വാസി. ആളുകളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടി പരസ്പരം സഹായിക്കുകയും അതിനുവേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ആളാണ്. സ്വാഭാവികമായും അങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ കുറേ പ്രയാസങ്ങളും വിഷമങ്ങളും ആളുകളെ ഭാഗത്ത് നേരിടേണ്ടി വരും. കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. ചെയ്യാത്തത് ചെയ്തു എന്ന് പറയുന്ന ആളുകളുണ്ടാവും, അതൊക്കെ കേൾക്കേണ്ടി വരും. അതിൽ ക്ഷമിക്കുകയും ചെയ്യേണ്ടി വരും. അങ്ങനെ ക്ഷമിച്ചാൽ ഭയങ്കര കൂലിയാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിഷമങ്ങളിൽ സഹിക്കുന്ന ആളുകൾക്ക് ആ മുഅ്മിനിന് ഒരുപാട് പ്രതിഫലമുണ്ട്. ജനങ്ങളുമായി ഇടപഴകുകയും അവരിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന മുസ്ലിം അവരുമായി ഇടപഴകാതെയും അവരിൽ നിന്നുണ്ടാകുന്ന വിഷമങ്ങൾ സഹിക്കാതെയും ഇരിക്കുന്ന ഒരു മുസ്ലിമിനേക്കാൾ ഉത്തമനാകുന്നു. അപ്പോൾ ആദ്യത്തെ ഈ പ്രയാസങ്ങൾ ഉണ്ടാവുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ആൾക്കാണ് കൂലി കൂടുതൽ എന്നാണ് ഹദീസിൻ്റെ അർത്ഥം. വലി റബ്ബിക ഫസ്ബിർ, അങ്ങയുടെ രക്ഷിതാവിനു വേണ്ടി അങ്ങ് ക്ഷമിക്കണം.
നമ്മൾക്ക് വരുന്ന എന്ത് കാര്യങ്ങളും നന്മയാവട്ടെ തിന്മയാവട്ടെ അതൊക്കെ അള്ളാഹുവിൻ്റെ ചോയ്സ് അല്ലേ? അള്ളാഹു നമുക്ക് തിരഞ്ഞെടുത്ത് തന്ന സംഗതിയല്ലേ അത്? നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റൈൽസിൽ ഒരു കുപ്പായം, ഒരു ഷർട്ട്, ഒരു ചുരിദാർ അല്ലെങ്കിൽ ഒരു പർദ്ദ അതൊക്കെ വാങ്ങാൻ കയറി എന്ന് വെക്കുക. നമ്മൾ കുറേ തെരഞ്ഞ് നമ്മളൊന്ന് സെലക്ട് ചെയ്യും. അത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സാധനമാണ്. ഇതേപോലെയാണ് അള്ളാഹു നമുക്ക് തരുന്ന എല്ലാം, അസുഖമാവട്ടെ നന്മയാവട്ടെ നിഅമത്താവട്ടെ നിഖ്മത്താവട്ടെ എന്താവട്ടെ അള്ളാഹുവിൻ്റെ ചോയ്സാണത്. അള്ളാഹുവിന് എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്യാലോ. ആ എന്ത് വേണമെങ്കിലും എന്നതിൽ നിന്ന് ഒരു കാര്യം നമ്മൾക്ക് ചോയ്സ് റബ്ബ് തിരഞ്ഞെടുത്ത് തന്ന് നമ്മൾ നടപ്പാക്കി. അപ്പം നമ്മളിൽ സന്തോഷിക്കണം. അത് അനുഗ്രഹമായ മുസീബത്തായാലും അതിൽ സന്തോഷിക്കലോ വേണ്ടത്, തൃപ്തിപ്പെടലോ വേണ്ടത്. നമ്മൾ തിരഞ്ഞെടുക്കണതാണോ നന്നാവുക? അള്ളാഹു തിരഞ്ഞെടുക്കണോ നന്നാവുക? അള്ളാഹു തിരഞ്ഞെടുക്കുന്നില്ല നന്നാവുക. നമ്മളിപ്പോൾ ഒരു ബസ് വരുമ്പോൾ ബസ്സിന് കൈകാട്ടിയ ബസ് നിർത്തിയില്ല, നമുക്ക് ഭയങ്കര സങ്കടക്കാരാ ബസ് നിർത്താത്തതിന്. എൻ്റെ പെണ്ണെ കയറ്റാതെ പോയി നാളെ ആൾക്കാരൊക്കെ ഇവിടെ സംഘടിപ്പിച്ചിട്ട് ഇവിടെ നിന്നിട്ട് സമരം നടത്തണം, കല്ലെറിയണം, അങ്ങനാക്കണം അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മൾക്ക് അങ്ങനെ എന്തൊക്കെയോ തോന്നും. ആ ഡ്രൈവറെ നമ്മൾ കുറേ കുറ്റം പറയും, ആ ബസ്സിൻ്റെ മലയാളി കുറേ ചീത്ത പറയും, അവൻ്റെ വാപ്പാൻ്റെ വരെ ചിലപ്പോൾ ചീത്ത പറയുന്ന ആൾക്കാരുണ്ട്. അള്ളാഹുവേ നമുക്ക് നല്ല ബോധം തരണം റബ്ബേ, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ബസ് നിർത്താതെ പോയി എന്ന് വെക്കുക. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി. കുറച്ചാണ് പോയിട്ട് ആ ബസ് അപകടത്തിൽ പെട്ട് നോക്കുക. അള്ളാഹുത്തിൽ എല്ലാവരും എല്ലാ അപകടങ്ങളും നമുക്ക് കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അപ്പോൾ നമ്മളെന്താ പറയുക? അപ്പോൾ നമ്മൾ ആ ബസ്സിൽ കയറ്റാതിരുന്നത് അള്ളാഹുവിൻ്റെ ചോയ്സാണ്. നമുക്ക് കുറച്ചുകൂടെ ജീവിക്കാനുള്ള അവസരം കുറച്ചും തന്നിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ചോയ്സ്. അപ്പോൾ നമ്മളതിനെ അംഗീകരിക്കും. ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. അള്ളാഹുവിൻ്റെ ചോയ്സാണ്. ആ ചോയ്സിൽ നമ്മൾ തൃപ്തിപ്പെടുക. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഒരു മകൻ മരണപ്പെട്ടപ്പോൾ പ്രതികരിച്ചത് എങ്ങനെയാണെന്നറിയോ? ഓനെ മരിപ്പിക്കണം എന്നതാണ് അള്ളാഹുവിന് പ്രിയങ്കരം. റബ്ബിൻ്റെ ചോയ്സ് അതാണ്. അള്ളാഹുവിൻ്റെ ഒരു തീരുമാനത്തോട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹുവിന് തൃപ്തി ഇന്നതാണെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ചോയ്സ് ഇന്നതാണെങ്കിൽ അതിന് എതിരായ ഒരു പ്രവൃത്തി എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഞാൻ അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയോട് വിപരീതമാകുന്ന ഒരു പ്രവൃത്തി എൻ്റെ പക്കൽ നിന്നുണ്ടാവുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിൻ്റെ കാവൽ ചോദിക്കുന്നു. എൻ്റെ മകനെ കൊണ്ടുപോകണം എന്നതാണ് അള്ളാഹുവിൻ്റെ ചോയ്സ്. അള്ളാഹു കൊണ്ടുപോയിക്കോട്ടെ, ഞാനതിൽ ക്ഷമിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഇടയിൽ തേള് കടിച്ച സമയം നമുക്കൊക്കെ അറിയാലോ അല്ലേ? ഹദീസ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് 16 പ്രാവശ്യം തേള് കുത്തി എന്ന് കാണാം ഒരു റിവായത്തിൽ. 16 പ്രാവശ്യം തേള് കുത്തിയിട്ട് ശരീരത്തിന് നിറക്കാകെ മാറാൻ തുടങ്ങി. വേദന കൊണ്ട് പൊളയാണ്. പക്ഷേ ആ സദസ്സ് കഴിയുന്നത് വരെ അനങ്ങാതെ ക്ഷമിച്ചിരുന്നു. എന്തെന്നറിയോ? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വായിക്കുന്ന സദസ്സല്ലേ, അസ്വസ്ഥനാവാൻ പാടില്ല, ഇടക്ക് വെച്ച് നിർത്താൻ പാടില്ല. ആ സദസ്സിനെ ആദരിച്ചുകൊണ്ടാണ് മഹാനവർകൾ ആ വേദന സഹിച്ചിരുന്നത്. ക്ഷമയാണിത്, ക്ഷമയാണ്. മഹാന്മാരായ ആളുകളൊക്കെ ക്ഷമയെ കണ്ടിരുന്നത് ഇങ്ങനെയാണ്. ഇബ്നു ശുബ്രമ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി അവർ പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ എനിക്ക് വന്നാൽ അതൊരു കാർമേഘം പോലെയാണ്. കാർമേഘം മഴക്കാറ് പോലെയാണ്. അത് കുറെ കഴിഞ്ഞാണ് പോവും, അന്തരീക്ഷം തെളിയും ചെയ്യും. മേഘം വന്നാൽ മേഘം അവിടെ അങ്ങനെ നിൽക്കുമോ? അതിന് പോയിട്ട് ഒന്നുകിൽ മഴ പെയ്യും, അല്ലെങ്കിൽ അത് നീങ്ങിപ്പോവും, അന്തരീക്ഷം തെളിയും. എന്നതുപോലെ വരുന്ന മുസീബത്തുകളൊക്കെ അത് കാർമേഘമാണ്, അതിന് തെളിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ വലി റബ്ബിക ഫസ്ബിർ, അള്ളാഹുവിനോട് ക്ഷമിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ക്ഷമയെ നമ്മുടെ മുൻഗാമികളായ സ്വഹാബത്തും മഹാന്മാരുമൊക്കെ ഇങ്ങനെയാണ് കണ്ടിരുന്നത്. ഏത് രൂപത്തിലാണ് അത് സ്വാധീനിച്ചത് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അള്ളാഹു നമുക്കും അതിന് തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഇൻഷാ അള്ളാഹ് കുറച്ചുകൂടെ ഇത് സംബന്ധമായിട്ട് നമുക്ക് പറയാനുണ്ട്. അടുത്ത ക്ലാസ്സിലാക്കാം. അള്ളാഹു സഹായിക്കട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.